കൊല്ലം കാവനാട് മത്സ്യബന്ധന ബോട്ടുകൾക്ക് തീപിടിച്ചു. കുരിപ്പുഴ ഭാഗത്തേക്ക് അറ്റകുറ്റപ്പണിക്ക് പോയ ബോട്ടുകൾക്കാണ് തീപിടിച്ചത്. ആളപായമില്ല. ദിലീപ് ദേവസ്യ നൽകും വിശദാംശങ്ങൾ. ദിലീപ്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഈ ബോട്ട് പൂർണ്ണമായും കത്തി നശിച്ചോ? ആര്യ, ഇന്ന് ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു അപകടമുണ്ടായത്. 2 ബോട്ടുകളാണ്, അതായത് മത്സ്യബന്ധനം കഴിഞ്ഞതിന് ശേഷം ആ കാവനാട് ഭാഗത്തേക്ക്, അതായത് കുരീപ്പുഴ ഭാഗത്ത് കാവനാട് ഭാഗത്ത് ബോട്ട് നിർത്തിയിടുന്നതിന് വേണ്ടി പോകുകയായിരുന്നു. അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ഒരു മത്സ്യബന്ധനം കഴിഞ്ഞ് വന്നാൽ ചെറിയ തോതിലുള്ള അറ്റകുറ്റപ്പണികൾ മത്സ്യബന്ധന ബോട്ടുകൾക്ക് ഉണ്ടാക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾക്ക് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ബോട്ടുകൾക്ക് തീ പിടിക്കുകയും ചെയ്തത്. പാചകവാതക സിലിണ്ടറുകളിൽ നിന്ന് തീ പടർന്നതാണ് ഇത്രയും വലിയൊരു അഗ്നിബാധയ്ക്ക് കാരണമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും കൊല്ലത്ത് നിന്ന് 3 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ആളപായമില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. കുരീപ്പുഴ ഭാഗത്ത് നിർത്തിയിടുന്നതിന് വേണ്ടി, അതായത് ഇന്നലെ മത്സ്യബന്ധനം കഴിഞ്ഞ് ഇന്ന് ഈ നിർത്തിയിട്ട ബോട്ടുകളായിരുന്നു. അത് നിർത്തിയിടാൻ വേണ്ടി വരുന്നതായിരുന്നു. നീണ്ടകരയിൽ മത്സ്യങ്ങളെല്ലാം ഇറക്കിയതിന് ശേഷം അത് നിർത്തിയിടുന്നതിന് വേണ്ടി കുരീപ്പുഴ ഭാഗത്തേക്ക് വരുന്നതിനിടെയാണ് മുക്കാട് ക്ഷേത്രത്തിന് സമീപത്തുള്ള തീരത്ത് വെച്ച്, ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, അടുത്തു തന്നെ മറ്റ് മത്സ്യബന്ധന ബോട്ടുകളെല്ലാം തന്നെ കാണാം. അവയെല്ലാം രാത്രി സമയങ്ങളിൽ അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ ഈ പുറംകടലിലേക്ക് പോകുന്ന വലിയ മത്സ്യബന്ധന യാനങ്ങളാണ്. അത്തരം ബോട്ടുകൾ നിർത്തുന്ന സ്ഥലത്ത് തന്നെ അറ്റകുറ്റപ്പണികൾക്കായി വരുന്നതിനിടയിലാണ് 2 ബോട്ടുകൾക്ക് ഈ തീപിടുത്തമുണ്ടായത്. ഒരു ആളുകൾക്ക് ആളപായമില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ ഏറ്റവും വലിയ വാർത്തയുള്ളത്. എന്തായാലും ഇപ്പോൾ മറ്റ് ഫയർഫോഴ്സ് യൂണിറ്റുകളെല്ലാം തന്നെ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഈ ബോട്ടിലുണ്ടായിരുന്ന പാചകവാതക സിലിണ്ടറിൽ നിന്നുള്ള തീ ചോർന്നതും അവിടെ നിന്ന് തീ പിടിച്ചതുമാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഈ പാചകവാതകം ഈ പുറംകടലിലേക്ക് പോകുമ്പോൾ ഏകദേശം 2 ആഴ്ചയോളം പുറംകടലിൽ താമസിച്ച് മീൻ പിടിച്ചു വരുന്ന മത്സ്യത്തൊഴിലാളികളാണ്. അവർക്ക് ദിവസേനയുള്ള പാചകത്തിനായി ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകളും മറ്റു കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ഗ്യാസ് സിലിണ്ടറുകളിൽ നിന്ന് തീ പടർന്നു. അങ്ങനെ വലിയ തോതിലുള്ള തീ പടരുകയാണ്. 2 ബോട്ടുകൾക്കാണ് ഇപ്പോൾ തീ പിടിച്ചത്. മറ്റ് ആളപായങ്ങളൊന്നുമില്ല. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയും ചെയ്യുന്നുണ്ട്. കാവനാടാണ് മത്സ്യബന്ധന ബോട്ടുകൾക്ക് തീ പിടിച്ചത്. കുരിപ്പുഴ ഭാഗത്തേക്ക് അറ്റകുറ്റപ്പണിക്ക് പോയ ബോട്ടുകൾക്കാണ് തീപിടിച്ചത്. ദിലീപ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.